ഹായ്, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റമലാനും നോമ്പുമൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനു മുമ്പ് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ഏവർക്കും സമാധാനമുണ്ടാകട്ടെ എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ നമ്മൾ വിഷ് ചെയ്യാറില്ലേ, അതുപോലെ ഒരു വിഷ്. ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു നല്ല പ്രഭാതം ആശംസിക്കുകയാണെന്ന്. നമസ്തേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണെന്ന്, കാരണം ആർഷഭാരത സംസ്കാരത്തിൽപ്പെട്ടതാണ്. അതുപോലെ നമസ്കാരം എന്ന് പറയുമ്പോഴും എല്ലാവർക്കും അറിയാം. പക്ഷേ അസ്സലാമു അലൈക്കും എന്ന പദത്തിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് ഏകദേശം 90% ആൾക്കാർക്കും അറിയില്ല. എന്താണ് ആ പദത്തിൻ്റെ അർത്ഥം എന്ന് കാണുമ്പോൾ അസ്സലാമു എന്താ പറയണമെന്ന് അവർക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. വ അലൈക്കും അസ്സലാം, നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. ഒരു അക്ഷരം കൂടെ അറിയാൻ മതി, ചത്തുപോട്ടെ എന്നാണ് അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നീ ചത്തുപോട്ടെ എന്ന്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിഷയം ഓർമ്മ വെച്ച നാൾ മുതൽ മുസ്ലിം ലോകം, ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായം മുതൽ ഏതാണ്ട് ഒരു 5 വയസ്സായത് മുതൽ നോമ്പെടുക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ഏകദേശം ആൾക്കാരും നോമ്പെടുക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊന്നും രോഗങ്ങൾ വരാൻ പാടില്ലല്ലോ, അല്ലേ? കാരണം നോമ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാം, ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അംശം കുറയ്ക്കാം, ശരീരത്തിലെ ഓവർ വരുന്ന എല്ലാ മാലിന്യങ്ങളും ഒക്കെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ അലക്സാണ്ടർ സാറിൻ്റെ മുൻ DGP റിട്ടയർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരീരത്തിൽ 10-14 മണിക്കൂർ 15 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മനുഷ്യൻ്റെ കുടലിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു ആവരണമുണ്ട്, പെരിറ്റോണിയം എന്നാണ് അതിൻ്റെ പേര്. അത് പൊട്ടും. അത് പൊട്ടുമ്പോൾ ശരീരത്തിൽ ഒരു എൻസൈം പുറത്തു വരും. അത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രതിരോധ ശക്തി കുടലിലേക്ക് വർദ്ധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് എൻസൈമാണെന്ന് ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അതിൻ്റെ ആധികാരികതയെന്നോ ഏത് പുസ്തകത്തിലാണുള്ളതെന്നോ ആ എൻസൈമിൻ്റെ പേരെന്താണെന്നും ഒക്കെ പലതവണ ചോദിച്ചെങ്കിലും അദ്ദേഹം പറയാനോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ അതിന് മറുപടി പറയാനോ തയ്യാറായിട്ടില്ല. അപ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. ആ സമയത്ത് മനുഷ്യൻ ഭക്തിസാന്ദ്രമായ ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്നു. മനുഷ്യൻ്റെ വായ്ക്കും വയറിനും മാത്രമല്ല നോമ്പ്, കണ്ണിന് നോമ്പുണ്ട്, നാവിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, ഹൃദയത്തിന് നോമ്പുണ്ട്. എല്ലാ തരത്തിലുള്ള മലിനമായ ചിന്താഗതിയിൽ നിന്നും ദുഷിച്ച തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നുമൊക്കെ നമ്മൾ തടയിടപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നോമ്പ് കൊണ്ട് പ്രതിഫലമുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183, 4, 5, 7, 8 തുടങ്ങിയ വാചകങ്ങളൊക്കെ, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവാകുന്നതുവരെ നിങ്ങൾ ഭാര്യാസമ്പർക്കവും അന്നപാനീയങ്ങളും ഒക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നോമ്പിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം ബാങ്ക് മുതൽ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ബാങ്ക് വരെയാണ് നമ്മുടെ നോമ്പ് തുടർന്ന് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ചില നാടുകളിൽ സൂര്യൻ ഉദിക്കാറ് തന്നെയില്ല. ഏതാണ്ട് ഒരു 3-4 മാസക്കാലത്തോളം സൂര്യൻ ഉദിക്കാറില്ല. അവരെങ്ങനെ നോമ്പ് പിടിക്കും? അതിലെ ഒരു ചെറിയ വിവരം ഞാൻ തരാം. അലാസ്ക എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെ കുറച്ച് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 65 ദിവസം പിടിക്കും ചക്രവാളത്തിലൊക്കെ കറങ്ങി വീണ്ടും ആ നാട്ടിൽ സൂര്യൻ എത്താൻ. അപ്പോൾ വടക്കൻ അലാസ്കയിലെ ഉഡ്കിയാഗിക് എന്ന ഗ്രാമം, അത് ഏതാണ്ട് ധ്രുവപ്രദേശത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് എന്നാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അവിടെ ശൈത്യകാലമാകുമ്പോൾ സൂര്യൻ അപ്രത്യക്ഷമാകും ആ ഗ്രാമങ്ങളിൽ. അപ്പോൾ ശൈത്യകാലത്ത് ഒരുപാട് ഗ്രാമങ്ങളിൽ സൂര്യൻ അസ്തമിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രാമമാണ് ഉഡ്കിയാഗിക്. എനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഇതിൽ നിങ്ങളെ തടസ്സം നേരിടുന്നത്. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ശൈത്യകാലത്ത് സൂര്യൻ പ്രത്യക്ഷപ്പെടാത്ത ധാരാളം ഗ്രാമങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഉഡ്കിയാഗിക് എന്ന് പറയുന്ന അലാസ്കയിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തില് ഏതാണ്ട് 2.5 മാസത്തോളം കാലം സൂര്യൻ വരാറേ ഇല്ലാത്രേ, ഉദിക്കാറില്ലത്രേ. അപ്പോ ആ രാത്രികൾക്ക് ആ കാലത്ത് അവിടെ പോളാർ നൈറ്റ്, അതല്ലെങ്കിൽ ധ്രുവരാത്രി എന്നൊക്കെയാണ് ഈ പ്രതിഭാസത്തിന് അവിടെ പറയുന്നത്. അപ്പോ 2 മാസം സൂര്യൻ ഉദിക്കാത്ത നാട്ടുകാർ എങ്ങനെയാണ് നോമ്പ് പിടിക്കുന്നതും നമസ്കരിക്കുന്നതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
ഈ ഉഡ്കിയാഗിക് എന്ന ഗ്രാമത്തിന് മുമ്പ് ബോറോ എന്നായിരുന്നു അത്രേ പേര്. നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഡേറ്റാസ് തരുന്നത്. അപ്പോൾ ഭൂമിക്ക് സ്വതവേ ഒരു ചരിവുണ്ട്. നമ്മുടെ ഇസ്ലാമിൽ സൂര്യൻ അല്ല, ഭൂമി തൊട്ടിൽ പോലെയാണ്, പരന്നിട്ടാണല്ലോ, പരന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വതവേ ഉള്ള ചെരിവും ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ദീർഘവൃത്താകൃതിയും ചേർന്നാണത്രേ, ദീർഘവൃത്താകൃതി ഇത് ചേർന്നാണത്രേ ഭൂമിക്ക് ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് കാരണം 2 മാസം 2.5 മാസത്തോളം അവിടെ സൂര്യപ്രകാശം ലഭിക്കാറു തന്നെയില്ല. അപ്പോൾ ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യത്തിൽ ഇങ്ങനെ ഒരു ഗ്രാമത്തെക്കുറിച്ച്, ഈ ഗ്രാമത്തിൽ നടക്കുന്ന ഇത്തരം പ്രതിഭാസത്തെക്കുറിച്ച് ലോകം സൃഷ്ടിച്ച, ലോകത്തെ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പരിപാലിച്ച് നിയന്ത്രിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന രക്ഷിതാവ് അറിഞ്ഞില്ലെന്നോ, ഈ രക്ഷിതാവ് തൻ്റെ ദൂതൻ ഇത് അറിയിച്ചു കൊടുത്തില്ലെന്നോ ചിന്തിക്കാൻ പറ്റുന്നില്ല. വടക്കൻ അലാസ്കയുടെ 1/3 ഭാഗം ആർട്ടിക് സർക്കിൾ ആണത്രേ. ഇവിടെയാണത്രേ സൂര്യൻ ഉദിക്കാത്ത പ്രതിഭാസം നടക്കുന്നത്. പിന്നെ ശൈത്യകാലത്താണ് കൂടുതൽ ഇവർക്ക് ഇത് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. സ്ഥിരമായ മനുഷ്യവാസമുള്ള മേഖലകളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് അത്. അപ്പൊ അലാസ്കയിലെ സൂര്യൻ ഉദിക്കാത്ത വേറെയും ഗ്രാമങ്ങളുണ്ട്. ഇപ്പോ കാക്ടോവിക് പോയിന്റ് എന്ന് പറയും, അല്ല കാക്ടോവിക്ക്, പിന്നെ പോയിന്റ് ഹോപ്പ്, അനക്ടുവക് പാസ്, ഇതൊക്കെ സൂര്യൻ ഉദിക്കാത്ത മറ്റു ഗ്രാമങ്ങളാണത്രേ. അപ്പോ നമ്മൾ ചോദിക്കുന്നത്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, മറ്റു പല മതസ്ഥർക്കും ഒരുപാട് മത ആചാരങ്ങളുണ്ട്, ഹിന്ദുക്കൾക്കുമൊക്കെ. അവരുടെ ഒന്നും ആചാരത്തിൽ ഒരു എതിർപ്പും വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ചന്ദ്രമാസത്തിന്റെ പിറവി കാണണം, അത് ഏതെങ്കിലും നമുക്ക് വിശ്വസനീയമായ ഒരു നേതാവ് തന്നെ കണ്ട് സാക്ഷ്യപ്പെടുത്തണം, അതേതാണ്ട് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നൊക്കെ നമുക്കറിയാം. ഈ സൂര്യൻ അസ്തമയം വരെ ഒരു മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവന്റെ എല്ലാ പാപങ്ങളും ജൂതന്റെയും നസ്രാണിയുടെയും ഒക്കെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇവന് സ്വർഗം കൊടുക്കാമെന്ന് പറയുന്ന ഒരു രക്ഷിതാവ്. ഇന്ന് നോമ്പ് മുസ്ലിമീങ്ങൾക്ക് ഒരു തരം ആഘോഷമാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് പള്ളികളിൽ ഇഫ്താർ വിരുന്നുകളുണ്ട്. വ്യത്യസ്തമായ രുചികരമായ ഭക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഒന്നിലേറെ, അതുപോലെ എല്ലാ വീടുകളിലും ഒന്നിലേറെ കടികളും വിഭവസമൃദ്ധമായ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം, ഇറച്ചി, മീനും ഒക്കെ കൊണ്ടുതരം വേട്ടയാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നോമ്പ് എന്താണ് പാവങ്ങൾക്ക് അതിൻ്റെ ഗുണം? പട്ടിണി കിടക്കുന്നവൻ എന്താണ് ഗുണം? ഭക്ഷണമില്ലാത്തവൻ്റെ ഗുണമെന്താണ്? ഞാൻ ഒരുക്കി വയ്ക്കുന്ന ഭക്ഷണം, ഞാൻ അധ്വാനിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുന്നു. അതുകൊണ്ട് പാവങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? എനിക്ക് മനസ്സിലാകുന്നേയില്ല. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് നാടുകളിൽ, രാജ്യങ്ങളിൽ പകലും രാത്രിയും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, അല്ലേ? നമസ്കാരമാണെങ്കിൽ 5 നേരം, അതൊക്കെ സൂര്യനെയും നിഴലിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി. ഇന്ന് അങ്ങനത്തെ കണക്കുകളൊന്നുമല്ല, ഇന്ന് നമുക്ക് ക്ലോക്കുകളുണ്ട്, അതുകൊണ്ട് സമയം നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയം അനുസരിച്ചാണ് നിഴലൊന്നും എണ്ണിയിട്ടല്ല ആരും ബാങ്ക് വിളിക്കുന്നത്, നമസ്കരിക്കാൻ പോകുന്നതും ഒന്നും. അപ്പോൾ ആർട്ടിക്ക, അന്റാർട്ടിക്ക നമുക്കറിയാമല്ലോ, ഏതാണ്ട് 3 മാസത്തോളം സൂര്യൻ അവിടെ ഉദിക്കാറേയില്ല. ചക്രവാളത്തിലൊക്കെ കറങ്ങിയ സമയത്താണ് വരുന്നത്. അപ്പോൾ 5 നേരം നമ്മൾ നമസ്കരിക്കുമ്പോൾ അവരെത്ര നേരമാണ് നമസ്കരിക്കുക? 1 നേരം, 2 നേരമോ 3 നേരമോ? മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏതാണ്ട് 1 മാസം നമ്മൾ നമസ്കരിക്കുന്ന അത്ര നമസ്കരിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ ഏതാണ്ട് 50 നേരത്തെ നമസ്കാരം 5 നേരത്തെ നമസ്കാരമാക്കി കിട്ടാൻ മുഹമ്മദ് നബി എത്ര ത്യാഗം സഹിച്ചു നമുക്കറിയാമല്ലോ. 9 തവണയാണ് പടച്ചവനോട്
മുതലാളിത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കാനും തൊഴിലാളികൾക്ക് റിഡക്റ്റ് ചെയ്ത് തരാനും വേണ്ടിയിട്ട് ധർമ്മസമരം ചെയ്തത് മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ 4-ാം ആകാശത്ത് നിന്ന് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു, പോയി ചോദിച്ചിട്ട് അങ്ങനെ 9 തവണ പോയിട്ടാണ് 50 വക്ത് 50 സമയത്ത് നമസ്കാരം ഏതാണ്ട് 5 സമയമാക്കി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 180 ദിവസം, എത്ര മാസമാണ്? നമ്മൾ 6 മാസം 30 × 6 3 180 ദിവസം 5 നേരത്തെ നമസ്കാരം. അപ്പം എത്രയാണ്? 900 ആണോ? അത്രയും തവണ നമ്മൾ നമസ്കരിക്കുന്നു, 900 തവണ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പോൾ ഈ ആർട്ടിക്ക അന്റാർട്ടിക്കയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് 2 സമയം മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, 100 ദിവസം മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അവർക്ക് ഇത്രയും നടക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ അവരെങ്ങനെ നോമ്പ് പിടിക്കും? അവർക്കെങ്ങനെ നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണല്ലോ, അവർക്കെങ്ങനെ ഈ താക്കോല് കിട്ടും? അവരെങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കും? 90 സമയം ഒരു വിഭാഗം ആൾക്കാർ നമസ്കരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം 2 സമയം മാത്രം നമസ്കരിക്കുമ്പോൾ ഇതെങ്ങനെ കമ്പയർ ചെയ്യും? പ്രതിഫലം നിർണ്ണയിക്കണമല്ലോ. അപ്പോൾ നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നമ്മുടെ മുമ്പിലുള്ള അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി ഇരുന്നാൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഖുർആനിൽ നമുക്ക് ഗുണങ്ങളുമുണ്ട് അല്ലേ? നമ്മൾ ബാലമംഗളത്തിൽ നിന്നായാലും ബാലരമയിൽ നിന്നായാലും നല്ലത് കിട്ടിയാൽ നമ്മളതിനെ ഉൾക്കൊള്ളുക തന്നെ ചെയ്യും. അപ്പോൾ ഖുർആനിന്റെ തിന്മകൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തത് മാത്രം തിരഞ്ഞെടുത്ത് വിമർശിക്കുന്നതിന് നിന്ന് വ്യതിരിക്തമായി ഖുർആനിലുള്ള നന്മകൾ കൂടി നമുക്കൊന്ന് ചെയ്യാം. ആ എപ്പിസോഡുമായി നാളെ ഞാൻ വരും. നന്ദി.